ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവാനിൽ അർപ്പിക്കുന്ന എല്ലാ മക്കൾക്കും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ്റെ കൃപയും ഒത്തുവരണം. ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാവരും ഈശ്വരനെ പ്രാപിപ്പാൻ ശ്രമിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരുടെയും പേരുകളെല്ലാം ഞാൻ കമൻസിൻ്റെ എല്ലാം ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. ഇനി ഒരു ദിവസം എല്ലാവരുടെയും മക്കളുടെ പേരുകൾ പറയാം. നമുക്ക് ഗോവിന്ദ നാമ സങ്കീർത്തനം എന്നുള്ള നാമം ചൊല്ലാം. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനപ്രിയ ഗോവിന്ദ, പങ്കജലോചന ഗോവിന്ദ. ഭക്തജനപ്രിയ പങ്കജലോചന പരമാനന്ദ ഗോവിന്ദ. മത്സ്യകളേവര ഗോവിന്ദ, വത്സകപാലക ഗോവിന്ദ. മത്സ്യകളേവര വത്സകപാലക ശ്രീവത്സാംഗിത ഗോവിന്ദ. ധർമ്മപരാശ്രയ ഗോവിന്ദ, കർമ്മവിനാശന ഗോവിന്ദ. ധർമ്മപരാശ്രയ കർമ്മവിനാശന കൂർമ്മതനോജയ ഗോവിന്ദ. ഹൃദകിടിമൂർത്തേ ഗോവിന്ദ, ഹൃദജഗദാർത്തേ ഗോവിന്ദ. ഹൃദകിടിമൂർത്തേ ഹൃദജഗദാർത്തേ കൃതശുഭകീർത്തേ ഗോവിന്ദ. നരഹരി വിഗ്രഹ ഗോവിന്ദ, നമിതാമരവര ഗോവിന്ദ. നരഹരി വിഗ്രഹ നമിതാമരവര ഹരിതപു സഞ്ജയ ഗോവിന്ദ. വാമനമൂർത്തേ ഗോവിന്ദ, പാവന കീർത്തേ ഗോവിന്ദ. വാമനമൂർത്തേ പാവന കീർത്തേ മോഹന കീർത്തേ ഗോവിന്ദ. ഭർഗമുഖാശ്രയ ഗോവിന്ദ, ഗർഗനിഷേവിത ഗോവിന്ദ. ഭർഗമുഖാശ്രയ ഗർഗനിഷേവിത ഭാർഗവരാമ ഗോവിന്ദ. ദശരഥനന്ദന ഗോവിന്ദ, ദശമുഖനാശന ഗോവിന്ദ. ദശരഥനന്ദന ദശമുഖനാശന ശതമുഖ സേവിത ഗോവിന്ദ. സീരവരായുധ ഗോവിന്ദ, വാരിജലോചന ഗോവിന്ദ. സീരവരായുധ വാരിജലോചന കാരണപൂരുഷ ഗോവിന്ദ. കൃഷ്ണകൃപാലയ ഗോവിന്ദ, വൃഷ്ണികുലേശ്വര ഗോവിന്ദ. കൃഷ്ണകൃപാലയ വൃഷ്ണികുലേശ്വര ജിഷ്ണു സുതസഖ ഗോവിന്ദ. ദുഷ്കൃതനാശന ഗോവിന്ദ, സൽകുലപാലക ഗോവിന്ദ. ദുഷ്കൃതനാശന സൽകുലപാലക ഖഡ്ഗിശരീര ഗോവിന്ദ. കമലാവല്ലഭ ഗോവിന്ദ, കമലവിലോചന ഗോവിന്ദ. കമലാവല്ലഭ കമലവിലോചന കലിമലമോചന ഗോവിന്ദ. വസുദേവാത്മജ ഗോവിന്ദ, വാസവമദഹര ഗോവിന്ദ. വസുദേവാത്മജ വാസവമദഹര വസുധാവല്ലഭ ഗോവിന്ദ.
ശക്രഗദാധര ഗോവിന്ദ ശുക്രനിഷേവിത ഗോവിന്ദ ശക്രഗദാധര ശക്രനിഷേവിത നക്രമദാപഹ ഗോവിന്ദ നീരജലോചന ഗോവിന്ദ നീരദമേചക ഗോവിന്ദ നീരജലോചന നീരദമേചക നാരദ സേവിത ഗോവിന്ദ നന്ദകുമാര ഗോവിന്ദ വൃന്ദാവനചര ഗോവിന്ദ നന്ദകുമാര വൃന്ദാവനചര വന്ദിത ജനവര ഗോവിന്ദ കന്മഷനാശന ഗോവിന്ദ ജന്മവിനാശന ഗോവിന്ദ കൽമഷനാശന ജന്മവിനാശന സന്മയ ചിന്മയ ഗോവിന്ദ നിശ്ചയ നിഷ്കള ഗോവിന്ദ നിത്യനിരാമയ ഗോവിന്ദ നിശ്ചല നിഷ്കള നിത്യനിരാമയ നിർമ്മല നിരുപമ ഗോവിന്ദ സീതാവല്ലഭ ഗോവിന്ദ രാധാവല്ലഭ ഗോവിന്ദ സീതാവല്ലഭ രാധാവല്ലഭ ഭാമാവല്ലഭ ഗോവിന്ദ ലക്ഷ്മീവല്ലഭ ഗോവിന്ദ ലക്ഷ്മണപൂർവജ ഗോവിന്ദ ലക്ഷ്മീവല്ലഭ ലക്ഷ്മണപൂർവജ പശിവരാസന ഗോവിന്ദ രാമഭൃഗോത്തമ ഗോവിന്ദ രാമരഘൂത്തമ ഗോവിന്ദ രാമഭൃഗോത്തമ രാമരഘൂത്തമ രാമയദൂത്തമ ഗോവിന്ദ ഉഗ്രപരാക്രമ ഗോവിന്ദ വിഗ്രഹഭൂഷണ ഗോവിന്ദ ഉഗ്രപരാക്രമ വിഗ്രഹഭൂഷണ സുഗ്രീവ പ്രിയ ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവിന്ദ ഗോവത്സപ്രിയ ഗോവിന്ദ ശ്രീവത്സാംഗിത ഗോവത്സപ്രിയ ഹനുമൽ സേവിത ഗോവിന്ദ കേശവ മാധവ ഗോവിന്ദ മാധവ കേശവ ഗോവിന്ദ കേശവ മാധവ മാധവ കേശവ കാളിയ മർദ്ദന ഗോവിന്ദ അതസീമേശക ഗോവിന്ദ തുളസീഭൂഷണ ഗോവിന്ദ അതസീമേശക തുളസീഭൂഷണ കളമൃദുഭാഷണ ഗോവിന്ദ ഹരമേ ദുരിതം ഗോവിന്ദ കുരുമേ കുശലം ഗോവിന്ദ ഹരമേ ദുരിതം കുരുമേ കുശലം ഭവമേ ശരണം ഗോവിന്ദ ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ജയ ഗോവിന്ദ ഗോവിന്ദ. മക്കളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കേശിവധവും വ്യോമ അസുരവധവും ആണെങ്കിലും നമ്മൾ എന്തായിരുന്നു അതിനുമ്പ് വായിച്ചു നിർത്തത്? ഗാന്ധിനി നന്ദനൻ കേൾക്ക പിന്നീട്. അതെന്താ? ഗാന്ധിനി നന്ദനൻ അക്രൂരനോട് കംസൻ എന്താ പറഞ്ഞു വിട്ടത്? പാണിയൊക്കെ അകത്തോട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്നായി സ്നേഹത്തോടെ പറഞ്ഞു വിട്ട് എന്താ? വ്രതത്തിൽ പോയി കുട്ടികളെ കൊണ്ടുവരണം, രഥം എൻ്റെ ചന്ദനം രഥം എടുത്തുകൊണ്ട് പോയി കുട്ടികളെ ഗോരസങ്ങൾ തൈരും പശുവിൻ്റെ അതെല്ലാം കൂടെ കൊണ്ട് കുട്ടികളെയായിട്ട് വരണം. ഇവിടെ ധനുർയാഗം നടക്കുന്ന ആഘോഷം ഉത്സവമാണ്, അത് കാണാൻ അവരെ വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി അത്രത്തോളം സന്തോഷത്തോടെയാണ് അക്രൂരൻ പോകുന്നത്. കാരണം ഭഗവാനെ കൃഷ്ണനെ കാണാൻ അങ്ങനെ കൊതിച്ചിരിക്കുക. കംസൻ്റെ ഉത്തരവില്ലാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ, സേവകനല്ലേ. ഇത്രയൊന്ന് കേട്ടപ്പോൾ അദ്ദേഹം ആനന്ദത്തിൽ മുഴുകിയിരിക്കുമായിരിക്കും. നമുക്കത് വായിക്കണ്ടേ. ഇനി ഇതിനിടയ്ക്കൂടെ അവൾ കേശിവധത്തെ പറ്റി നമ്മൾ വായിച്ചത്. അപ്പോൾ അതിന് മുമ്പായിരുന്നു ഈ മല്ലയുദ്ധം കാണുന്നതിന് ജനത്തിനൊക്കെ എല്ലാം ഇരിക്കുക, ഹർമ്മ്യങ്ങൾ മാളികകൾ ഉണ്ടാക്കണം, മല്ലന്മാരുടെ യുദ്ധമല്ലേ. അപ്പോൾ ഊക്കനായുന്ന കുവലയാ പീഠത്തെ കൊണ്ട് കൃഷ്ണൻ വരുമ്പോൾ ദ്വാരപാലകന്മാരായിട്ട് അതായത് ഈ വാതിൽക്കൽ അതായത് കയറി വരുന്ന ദ്വാരം എന്ന് വെച്ചാൽ വാതിൽക്കൽ അതിനെന്തോന്ന് പറയുമല്ലോ, അങ്ങ് മറന്നുപോയി ആ ഒരു വാക്ക്. എന്തായാലും കൊള്ളാം. എല്ലാവരും കയറി വരുന്ന ഭാഗം അവിടെ മൂക്കനായ ഏറ്റവും വലിയ ആനയെ കൊണ്ട് നിർത്തുമ്പോൾ കൃഷ്ണൻ വരുമ്പോൾ തന്നെ ആനയെ കൊണ്ട് കുത്തിച്ച് കൊല്ലാം. അതല്ലെങ്കിൽ മല്ലന്മാരുടെ യുദ്ധത്തിൽ കൂടി കൃഷ്ണനെയൊക്കെ കൊല്ലാം. അത് കഴിഞ്ഞിട്ട് വസുദേവരെ പോയി കൊല്ലാം. അത് കഴിഞ്ഞിട്ട് ഉഗ്രസനെ കൊല്ലാം. ഇതൊക്കെയാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഈ കേശിവധം കയറി വന്നത്.
അതുകൊണ്ട് ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ബാക്കി ഇനി അക്രൂരൻ അവിടേക്ക് പോകുന്നതാണ്, അത് നമുക്ക് വായിക്കണം. അക്രൂരൻ ഇങ്ങനെ സന്തോഷിച്ച് ഭഗവാനെ കാണാമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടിയിരിക്കുക. നമുക്ക് കുട്ടിനാളിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ വീട്ടിൽ പോകാൻ അമ്മയൊക്കെ തലേന്ന് പറയുമ്പോൾ രാത്രി ഉറക്കമുണ്ടോ? പോകാനായിട്ടങ്ങ് ഉറങ്ങാതെ കഴിച്ചു കൊണ്ടുവന്ന് എങ്ങനെ നേരം വെളുക്കണം പോകണം എന്നുള്ള ചിന്തയാണല്ലോ പണ്ടൊക്കെ നമുക്ക് കുട്ടിനാളിൽ. അങ്ങനെ അതുപോലെ അങ്ങനെ ആണോ ഇത്? ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവിടെ ഉണ്ട്, വ്രതത്തിലുണ്ട്, അത് കണ്ടോളാൻ വയ്യാതിരിക്കുക ഉള്ളത്തിൽ ഈ അക്രൂരന്. അത്ര ഭക്തനാ അക്രൂരൻ. ഈ കാരണം കൊണ്ട് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് പോയി കാണാനുള്ളൊരു വെപ്രാളം അക്രൂരൻ. അത് നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്കൂടെ കേശവധം വായിച്ചതിനകത്ത് നമ്മൾ എന്താ വായിച്ചത്? പിന്നെ ഈ എന്താ പറയുക, അയാളുടെ പേരെന്തോ, വ്യോമാസുരൻ. നമ്മൾ കേശയെ വധിച്ച ശേഷം വ്യോമാസുരനെ വധിച്ചത്. അത് ഇവൻ ആടുകളുടെ രൂപം, ഈ കുട്ടികളെല്ലാം ആടുകളുടെ രൂപം എടുത്ത്, രൂപം വെച്ചാൽ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ എന്തെല്ലാം ഇപ്പം കുരങ്ങൻ്റെ വേഷം കളിക്കുന്നു, അതുപോലെ കുറേ കുട്ടികൾ ആടിൻ്റെ വേഷം എടുത്ത് കുറച്ച് പിള്ളേർ അവരെ നോക്കാൻ, പാലിക്കാൻ, തീറ്റാക്കി കൊണ്ടുപോകാൻ. അന്നേരം ഈ വ്യോമാസുരൻ വന്ന് അതിലകപ്പെട്ട് ഈ കൃഷ്ണൻ്റെയും രാമൻ്റെയും ഇടയ്ക്ക് കയറി നിന്ന് അവനും കുട്ടികളെ നോക്കുന്ന രീതിയിൽ, അതായത് ആടുകളെ മേയ്ക്കുന്ന രീതിയിൽ നിന്ന് അവസാനം അവൻ്റെ പക്ഷത്തുള്ള കുട്ടികൾ ആടുകളെയും കൊണ്ട് അവൻ ഒരു ഗുഹയ്ക്കകത്ത് കയറി വലിയ കല്ലുകൊണ്ട് അടച്ചു. അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? യമലോകത്തേക്ക് ഗമിപ്പിച്ചു. ഭഗവാൻ കൊന്ന്, അതായത് യമലോകത്തിലേക്ക് അവനെ പറഞ്ഞു വിട്ടിച്ച് അവനെ വധിച്ചു. അതിനുശേഷം ഭഗവാൻ ചെന്ന് ഈ ദ്വാരം പാറയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കുട്ടികളെല്ലാം മോചിപ്പിച്ചു. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അതായത് ദാനവ രൂപം പ്രകാശിച്ച് ദാനവനെ പിടിച്ചപ്പോൾ തന്നെ അവൻ്റെ, അതായത് ആടിനെ മേയ്ക്കുന്ന കുട്ടികളെ പോലെ, ഒരു കുട്ടിയെ പോലാണല്ലോ അവൻ അവരുടെ കടന്നു വരുന്നത് വേഷം മാറി. ദാനവന്മാർക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടല്ലോ. അത് ഭഗവാൻ ചെന്ന് അവനെ പിടിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ്റെ യഥാർത്ഥ അസുരൻ്റെ എല്ലാ ആകാരങ്ങൾ, ശരീരത്തിൻ്റെ വലിപ്പം അങ്ങനെ അങ്ങ് വന്നപ്പം ഭഗവാൻ തന്നെ അവനെ ബാധിച്ച് യമലോകത്തേക്ക് വിട്ടു. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അപ്പം എല്ലാവരും ഈ കുട്ടികളെല്ലാം കൃഷ്ണൻ ചെന്ന് അതായത് പാറയെല്ലാം മാറ്റി ഗുഹയ്ക്കകത്തുനിന്ന് കുട്ടികളെല്ലാം വെളിയിലേക്ക് കൊണ്ടുവന്ന് പുറത്താക്കി. ചാലവേ വാഴ്ത്തി സ്തുതിച്ചു. ദേവന്മാരെല്ലാം ഇത് കണ്ട് വാഴ്ത്തി സ്തുതിച്ചു. അത് കേട്ട് സന്തോഷമാണ് കൃഷ്ണനും ചെന്ന് ഗോകുലം പൂക്ക് വാണിയിടിനാൻ. അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ ഭവനത്തിലേക്ക് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ഈ അക്രൂരനെ കംസൻ പറഞ്ഞ് വിടുന്നത് നമുക്കിനി വായിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അക്രൂരാഗമനം. അപ്പം നമ്മളിവിടെ വായിച്ചു നിർത്തത് ഈ ദുഷ്ടനായ വ്യോമാസുരനെ ഭഗവാൻ യമലോകയെ ഗമിപ്പിച്ചു. എന്നിട്ട് ബാലകന്മാരെയൊക്കെ പുറത്താക്കി ചാലവയെ വാഴ്ത്തി സ്തുതിച്ചതു ദേവകൾ. ഇതെല്ലാം ദേവന്മാർ കണ്ട് ഭഗവാനെ പുകഴ്ത്തി സ്തുതിച്ചു. കുട്ടികളെയൊക്കെ മോചിപ്പിച്ചു ഗുഹയ്ക്കകത്ത് നിന്ന്. അതിനുശേഷം ഇനി അക്രൂരനെ കംസൻ ഈ കേശവധത്തിന് തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചു നിർത്തിയതാണ്. അക്രൂരനെ അവിടേക്ക് പറഞ്ഞു വിടുന്നത് സെമന്തഗാഥ, രഥം കൊണ്ടുപോകും, കുട്ടികളെ വിളിച്ചുകൊണ്ട് പോവാ. അതുപോലെ തന്നെ പശുവിൻ്റെ, അത് ഗോരസം, പശുവിൻ്റെ തൈരും അതൊക്കെ വേണമല്ലോ. അങ്ങനെ എല്ലായിട്ട് പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതനുസരിച്ച് അത് പോകാനുള്ള ശ്രമമാണ് അക്രൂരൻ. പിന്നെ അക്രൂരനും തന്നുടെ പത്തനെ നിന്നു പുറപ്പെട്ടു. കൃഷ്ണനെ കാണുവാൻ തേരിലേറിക്കൊണ്ടു പോകുന്ന നേരം അങ്ങ് ഓരോ തരം വിചാരിച്ചത് അക്രൂരനും. ഈ അക്രൂരൻ ഇങ്ങനെ പത്തനേ നിന്ന് പുറപ്പെട്ടു അവരുടെ സ്ഥലത്ത് നിന്ന് ഭഗവാനെ കാണാനായിട്ട് തേരിലേറിക്കൊണ്ട് പോകുന്ന നേരം എന്താ ചിന്തിക്കുന്ന? ഓരോരോ തരം ഭഗവാനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, മറ്റൊന്നുമല്ല. നമ്മൾ അത് ചിന്തിക്കണം. ഇത് ഭക്തിപരമായ അക്രൂരൻ അത്ര ഭക്തനാ. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചെന്നാൽ മതി ഭഗവാൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വെപ്രാളം. അതുകൊണ്ട് അദ്ദേഹം ആ വഴി മൊത്തവും പോകുന്ന വഴി ഇത്രയും ചിന്തിച്ച്, ഓരോരോ തരം ചിന്തിച്ച് അക്രൂരൻ എന്താ, ദുഷ്ടനാം കംസനെന്ന് അമ്പാടിയിൽ എന്നെ വിഷ്ടപനാഥനെ കാണാൻ അയച്ചത് എന്നുടെ ഭാഗ്യമിതെന്നേ പറയാവൂ. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ?
അതായത് ഈ ദുഷ്ടനെ കംസൻ അയച്ചതെന്തിനാ? കൃഷ്ണനെ കൊണ്ടുവരണം, അവനെ കൊല്ലണം. അതാണ് അക്രൂരൻ്റെ അവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. എത്രയും പെട്ടെന്ന് കൃഷ്ണനെ കൊണ്ടുവന്ന വധിക്കാം. അപ്പം ഒരു ഭക്തനായ അക്രൂരന് തോന്നുമോ പോയി കൊണ്ടുവരാൻ? എത്രയും പോകാതിരിക്കാം. പക്ഷെ അവിടെ അയാളുടെ സേവകനാ. അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ അറിയാമോ? ഭഗവാനെ ആർക്കും വധിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമല്ലോ. ഇതാണ് ആ ഭക്തൻ ചിന്തിക്കുന്നത്. അതാണ് ഒരു ഭക്തൻ്റെ അവിടെ ഒരു കാരണവശാലും ഭഗവാൻ അതല്ലേ എല്ലാം നീ വിചാരിച്ച പോലെ നടക്കട്ടെ, അതൊക്കെ നിൻ്റെ ഭാഗ്യം. എന്നാലും ഈ ഈശ്വരകാരുണ്യം ഇല്ലാതെ ആർക്കും മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് നമ്മൾ അന്നേരം വായിച്ചത്. ഇവൻ ഇങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കേശുവധം വായിച്ചിട്ട് മറ്റൊന്നും മറന്നു പോകരുത്, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ അക്രൂരൻ എന്താ വല്ല ഭയമുണ്ടോ? നമ്മളൊക്കെ വിചാരിക്കും അയ്യോ ഭഗവാനെ ഇത്രയും കംസൻ പറഞ്ഞ സ്ഥിതി എങ്ങനെ ഞാൻ കൃഷ്ണനെ കൊണ്ടുവരും, കൊല്ലുമല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരത്തില്ലേ? പക്ഷേ അക്രൂരന് ആ ഒരു ചിന്തയില്ല. എത്രയും ചെന്ന് ഭഗവാനെ കണ്ടോളാം എന്നുള്ള ചിന്തയാണുള്ളത്. അവിടെ കൊല്ലുമെന്നോ എന്തെങ്കിലും വല്ല പേടിയോ വിഷമോ ഉണ്ടോ? അതാണ് ഒരു ഭക്തന് അത്രമാത്രം ഉറപ്പാണ്. ദുഷ്ടനാം കംസനെന്ന് അമ്പാടിയിൽ എന്നെ വിഷ്ടപനാഥനെ, ലോകത്തിൻ്റെ നാഥനാണ് ഭഗവാൻ. വിഷ്ടപത്തിൻ്റെ നാഥനായിരിക്കുന്ന ഭഗവാനെ ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് വിഷ്ടപനാഥനെ കാണുവാൻ അയച്ചത് എന്നോട് ഭാഗ്യം ഇതെന്നേ പറയാവൂ. ഇതെൻ്റെ ഭാഗ്യമാണ് ഭഗവാനെ. നാരായണ കൃഷ്ണ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം മക്കളെ. നമുക്ക് ഭഗവാന്റെ ഈ കഥ കേൾക്കുന്നത്, ഇത് വായിക്കുന്നത്, ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എത്രമാത്രം ഭാഗ്യമെന്ന് നമ്മൾ ചിന്തിക്കുക. ഭക്തന്മാരങ്ങനെ ചിന്തിക്കും. ഇത് കേൾക്കുന്നത് ഭാഗ്യം, ഇത് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഭാഗ്യം, അതുപോലെ മറ്റുള്ളവർ ഇത് ചൊല്ലിയാൽ അത് ഭാഗ്യം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. അവിടെ ഭഗവാൻ കൃഷ്ണനെ വധിക്കുന്നുള്ള ചിന്തയല്ല. എന്താ, ഭക്തനറിയാം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന്. അതാണ് ഭക്തൻ്റെ ഉറപ്പ്. അതുകൊണ്ട് എന്നോട് ഭാഗ്യം ഇതെന്നേ പറയാവൂ. നന്ദാത്മജൻ നരമൂർത്തിമാൻ ഈശ്വരൻ തന്നുടെ രൂപം നമുക്ക് കണ്ടിടുവാൻ എന്ന് തുടങ്ങി ഭക്തിയാ ഭജിക്കുന്നു ഞാൻ. ഭഗവാന്റെ നന്ദാത്മജനായ കൃഷ്ണൻ നാരായണനായിരിക്കുന്ന നരമൂർത്തിമാനായിരിക്കുന്ന ഈശ്വരൻ്റെ രൂപം ഭഗവാൻ ഇവിടെ അവതരിച്ചപ്പോൾ രൂപം വന്നു. അതിനുമ്പ് നമ്മൾ യോഗികളെല്ലാം ബ്രഹ്മാനന്ദത്തിൽ ആറാടും. ബ്രഹ്മത്തെയാണ് എല്ലാവരും ആരാധിക്കുക. ഇവിടെ ആ പരബ്രഹ്മം അവിടെ രൂപമെടുത്ത് വന്നു. കൃഷ്ണൻ്റെ ഒരു മനുഷ്യരൂപം എടുത്ത് വന്നപ്പോൾ ഈ നരമൂർത്തിമാൻ, ഈ നരനായിരിക്കുന്ന ഭഗവാനെ, മനുഷ്യൻ നരൻ, ഒരു നരൻ്റെ രൂപമെടുത്ത് വന്ന ആ ദിന്തിരുവടിയെ ഒന്ന് കാണാൻ, ആ ഭഗവാന്റെ രൂപം നമുക്ക് കണ്ടിടുവാൻ എന്ന് തുടങ്ങി ഭക്തിയാ ഭജിക്കുന്നു ഞാൻ. അപ്പോഴാണ് ഇവിടെ ആ ഭക്തിയാ ഭജിച്ചതിൻ്റെ ഫലം കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം വന്നല്ലോ. ഇത് എവിടെ നിന്ന് ചിന്തിക്കുന്നു? രഥത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുക, ഭഗവാൻ അടുക്കലേക്ക് പോവുക, അമ്പാടിയിലേക്ക്. അപ്പോൾ ഓരോരോരോ കാര്യങ്ങൾ ചിന്തിച്ച് പോയി, എനിക്ക് ഭാഗ്യം വന്നല്ലോ, എനിക്ക് എൻ്റെ ഭഗവാനെ കാണാൻ, ലോകനാഥനെ കാണാനുള്ള ഭാഗ്യം വന്നല്ലോ എന്ന് കരുതി ഇങ്ങനെ ഭജിച്ച് വഴുനീളേ ഭജിക്കുവാണ്. നമ്മളങ്ങനെയാണോ? നമ്മൾ അമ്പലത്തിൽ പോകാൻ വലിയ കാട്ട് വ്രതമൊക്കെ എടുത്ത് നന്നായി ഇരിക്കും, ഒരുങ്ങി എത്രമാത്രം ഒരുങ്ങിയാലും ഒരുക്കം തീരത്തില്ല. അമ്പലത്തിൽ പോകാനും ഭയങ്കര ഒരുക്കമാണ്. എന്താ ഒരുക്കം? എനിക്ക് അതൊന്നും എല്ലാവർക്കും അറിയാമല്ലോ ഒരുക്കം, ഇപ്പോഴത്തെ ഒരുക്കമൊക്കെ എന്താന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങിയ എന്താ ശരീരത്തെ മോടി പിടിപ്പിക്കുന്ന ഒരുക്കം. എന്നാൽ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ കാണാം എന്നുള്ള ചിന്തയല്ല. യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഒരുങ്ങുന്നേ അത് തന്നെ അമ്പലത്തിൽ പോകുമ്പോഴും. കല്യാണത്തിന് പോകുന്നത് പോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോഴും എല്ലാവർക്കും മേക്കപ്പ് വേണം. അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഓർത്ത് മക്കളൊന്നും വിഷമിക്കല്ലേ. സാധാരണ എല്ലാവരുടെയും കാര്യം പറഞ്ഞാൽ അസാധാരണമായിട്ട് ഒരുപാട് പേരല്ലാതെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ദൈവം എന്നുള്ള ചിന്തയോ ഭഗവാനെ എന്നുള്ള ചിന്തയോ വഴുതികളെ ഭഗവാനെ ഓം നമ ശിവായ. ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണ് പോകണമെങ്കിൽ ആ പോകുന്ന സമയം തൊട്ടേ ഭഗവാനെ നമശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ടാണോ നമ്മൾ പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവിടെ എത്തുന്നവരെയും നമ്മുടെ ചിന്ത എന്താണ്? എൻ്റെ സാരി കൊള്ളാമോ, എൻ്റെ പൊട്ട് കൊള്ളാമോ, എൻ്റെ മുടി ചീപ്പിത് കൊള്ളാമോ, ഇതൊക്കെ അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് പല കാര്യങ്ങളും ചിന്തിച്ചാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുമ്പം ഭഗവാനെ കൈയെടുത്തുനിന്ന് കൂപ്പി തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്താ മറ്റു കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ കാര്യം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അക്രൂരൻ എന്താ ചെയ്തത്? രഥത്തിൽ കയറി പോകുന്ന സമയം തൊട്ട് ഭഗവാനെ ഭക്തിയെ ഭജിക്കുക ചെയ്യുന്നത്. ഭഗവാന്റെ രൂപം കണ്ട് അതിനു വേണ്ടി എന്നേ തുടങ്ങിയ ഭജനയാ. നന്ദാത്മജൻ നരമൂർത്തിമാൻ ഈശ്വരൻ ഭഗവാന്റെ രൂപം നമുക്കൊന്ന് കണ്ടിടുവാൻ എന്ന് തുടങ്ങി ഭക്തിയാ ഭജിക്കുന്നു ഞാൻ എന്നാണ് വഴുനീളേ സന്തോഷം കൊണ്ട് പറയുന്നു. ഭഗവാൻ ഭജിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ എനിക്കൊരു അവസരം വന്നല്ലോ എന്ന്.
ഇന്ന് അത് സാധ്യമായി വന്നു കൂടിയിടുകിൽ എന്നുടെ ജന്മസാഫല്യം അതും വന്നു. ഇന്നത് വന്ന് ഭഗവാനെ നേരിട്ട് കണ്ടാൽ, അതിന് വന്നു കൂടിയാൽ എന്നോട് ജന്മസാഫല്യം, നമ്മൾ എന്തിനാ ജനിച്ചത്? ഭഗവാനെ പ്രത്യക്ഷമായി ഒന്ന് കാണാനല്ലേ. അന്ന് ഭഗവാന്റെ രൂപം ഉള്ളതുകൊണ്ട്, അന്ന് ഭൂമിയിൽ ഭഗവാൻ വന്നതുകൊണ്ട് അവർക്ക് നേരിട്ട് അങ്ങനെ കാണാം. ഇന്ന് ഭക്തന്മാരെങ്ങനെ കാണും? ഇന്ന് തപസ്സിൽ കൂടി ധ്യാനത്തിൽ കൂടി ഭഗവാനെ ഉള്ളുകൊണ്ട് കാണുന്നുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്, പ്രത്യക്ഷമായും കാണുന്നുണ്ട്, ദർശനത്തിൽ കൂടിയും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് ജന്മസാഫല്യം അത് വന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കിന്ന് ഭഗവാൻ ഇന്ന് കണ്ടുകൂടാങ്കിൽ കൂടിയിടുകിൽ എന്നോട് ജന്മം സഫലമായി വന്നു. ഞാൻ ജനിച്ചത് എന്തിനാ? ഒരർത്ഥം ഉണ്ടല്ലോ, അത് എനിക്ക് സഫലമാകുമല്ലോ. സർവാത്മകനായ കൃഷ്ണന്റെ നാമം ഒന്നുറുവിയിൽ ഉള്ളിൽ ഓർക്കുന്നവർ പാതകം ഒക്കെയും ഭസ്മമായി ചിത്തം തെളിഞ്ഞുടൻ ഭക്തിയും മുക്തിയും വന്ന കൂടം ദൃഢം. സർവാത്മകനായ, സർവത്തിനും ആത്മാവായിരിക്കുന്ന ആ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ഒന്ന് ഉറുവിയിൽ, ഈ ഭൂമിയിൽ ഉള്ളിൽ ഓർക്കുന്നവർ, നമ്മുടെ ഈ ഭൂമിയിൽ ആരാണ് ഭഗവാന്റെ നാമം ഉള്ളിൽ കൃഷ്ണ എന്ന് ഭഗവാനെ എന്ന് കാണാനുള്ള ആ ഒരു വെമ്പലും ഈ ഒരു ഹൃദയത്തുടുപ്പും ആർക്കാണ് ഭൂമിയിൽ ഉള്ളിലുള്ളത്? അവർക്ക് എന്ത് വരും? പാതകം ഒക്കെയും ഭസ്മമായി, സർവപാപവും ഭസ്മമാക്കിയിട്ട് ജ്ഞാനമാകുന്ന അതാണ് യോഗാഗ്നി. നമ്മുടെ ആ ഭക്തിയിലാണ് യോഗം ചേർച്ച. ആ യോഗാഗ്നിയിൽ ഭസ്മമായി പോകും. എന്താ? പാതകം, ദോഷം. നമ്മുടെ ഉള്ളിലെ എന്തെങ്കിലും നമുക്ക് ജന്മങ്ങളിൽ ചെയ്ത ഏതെങ്കിലും ദോഷങ്ങളോ മറ്റു വിഷമങ്ങളോ എന്തുണ്ടെങ്കിലും അതൊക്കെയും ആ പാപമൊക്കെയും ഭസ്മമായി പോകും. കാരണം ഭഗവാന്റെ നാമം ഹൃദയശുദ്ധിയോടുകൂടി ഉള്ളിൽ ഇഴിഞ്ഞിറങ്ങി ഒരു ഭഗവാൻ എന്ന് വിളിച്ചാൽ മതി. സർവ ദുഃഖങ്ങളും എല്ലാം ഒഴുകി ഭസ്മമായി പോകും. അതാ സർവാത്മകനായ കൃഷ്ണന്റെ നാമം ഒന്ന് ഉറുവിയിൽ ഉള്ളിൽ ഓർക്കുന്നവർ. ഈ ഉറുവി ഭൂമിയിൽ ഉള്ളിൽ ഓർക്കുന്നവർ ആരാണ്? നമ്മുടെ ഈ ഭൂമിയിലുള്ള ജനങ്ങൾ ആരാ ഭഗവാന്റെ നാമം ഉള്ളിലെന്ന് ഓർക്കുന്നത്? അവരുടെ പാപമെല്ലാം ഭസ്മമായി ചിത്തം തെളിഞ്ഞുടൻ ഭക്തിയും മുക്തിയും വന്നുകൂടുന്ന അവിടെ ഉള്ളം, ചിത്തം, അവിടെ മനസ്സ്, ആ ഹൃദയം തെളിയും. എന്താ തെളിയുന്നത്? അഴുക്കെല്ലാം പോയാൽ പിന്നെ അവിടെ പ്രകാശമല്ലേ. നമ്മുടെ ഉള്ളിൽ അഴുക്ക് പോയാൽ അപ്പോഴേ പിന്നെ പ്രകാശമാ. പിന്നെ നമ്മുടെ ഉള്ളിൽ അഴുക്കുകൊണ്ടാണ് നമുക്ക് ഈശ്വരപ്രകാശം നമ്മളുടെ ഉള്ളിൽ ഉദിക്കാത്തത്. നമ്മുടെ ഹൃദയം വെടുപ്പാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളം പ്രകാശിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഭഗവാനെ അകമഴിഞ്ഞ് ആരാണ് ഈ ഭൂമിയിൽ ആരാ ഒന്ന് ഓർക്കുന്നത്? അവിടെ പാതകം പാടേ ഭസ്മമായിട്ട് ഭസ്മമായി പോയിട്ട് ഭക്തിയും വന്നുകൂടും. അപ്പോഴെന്ത് കിട്ടും? മുക്തിയും വരും. ഭക്തി കൊണ്ട് പിന്നെ മുക്തി വരുമല്ലോ. നിത്യസ്വരൂപനാം കൃഷ്ണനെ യോഗികൾ നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിതു പരബ്രഹ്മസ്വരൂപമായി. അപ്പം യോഗികൾ എങ്ങനെയാ ഭഗവാനെ തപസ് ചെയ്യുന്നത്? പരബ്രഹ്മസ്വരൂപമായാണ്. ഞാൻ അങ്ങനെ അതുപോലെയാ. ഭഗവാനെ വിഗ്രഹമൊക്കെ ഇവിടെ ഉണ്ട്. ഭഗവാൻ എൻ്റെ കണ്ണൻ ഇവിടെ, കാരണം നല്ല ജീവനുള്ള ശരീരത്തോട് നിൽക്കുന്ന അത് തന്നെയാണ്, അതെൻ്റെ ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ ആ പരബ്രഹ്മത്തെയാണ് കാണുന്നത്. ഭഗവാന്റെ ഉള്ളിൽ പരബ്രഹ്മമാണല്ലോ, ആ ബ്രഹ്മത്തെ തന്നെയാണ് ഞാൻ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിത്യസ്വരൂപനായിരിക്കുന്ന കൃഷ്ണനെ യോഗികൾ നിത്യവും ഉള്ളത് ആരാ? ഭഗവാൻ നാരായണൻ. ആ ഭഗവാനെ യോഗികളായി തപസ് ചെയ്യുന്നവർ നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിതു. എങ്ങനെയാ? പരബ്രഹ്മസ്വരൂപമായി. മായാമയനായ കൃഷ്ണൻ്റെ മായയാൽ തോയാശയെ വിളങ്ങിടും ഗഗനം പോൽ. എന്താ? മായാമയനായ കൃഷ്ണൻ്റെ മായയാൽ തോയാശയെ വിളങ്ങുന്നത്. ഈ ഭഗവാൻ പരമാത്മാവിൻ്റെ മായയാലാണല്ലോ ഭഗവാൻ രൂപമെടുത്തത്. അതുകൊണ്ട് പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഈശ്വരൻ മായാമയനായ കൃഷ്ണൻ്റെ മായയാൽ, ഭഗവാന്റെ തന്നെ വിഷ്ണു മായയാൽ ഭഗവാൻ മായാമയനായി രൂപമെടുത്തിട്ട് അതെങ്ങനെയെന്നാൽ തോയാശയെ വെള്ളത്തിൽ വിളങ്ങിയിടും ഗഗനം പോൽ. നമുക്ക് തോട്ടിലോ ആറ്റിലോ ഒക്കെ വെള്ളം ഇങ്ങനെ നോക്കുമ്പോൾ ആകാശം എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്? തോയം വെള്ളത്തിൽ, ആകാശം വെള്ളത്തിൽ എങ്ങനെ കാണും? വിളങ്ങി കാണുന്നത് പോലെ. കാരണം വെള്ളം നിശ്ചലമായി നിൽക്കുമ്പോൾ ആകാശം തെളിഞ്ഞ് നമുക്ക് കാണാം. അതുപോലെയാണെന്ന് തോയാശയെ വിളങ്ങിയുടെ ഗഗനം പോലാണ് ഭഗവാനെ നമ്മൾ ഈ ഭക്തിയായ യോഗികളെല്ലാം ഭഗവാനെ കാണും, നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്നത്. ആ തോയത്തിൽ എങ്ങനെ ആകാശം വിളങ്ങി കാണുന്നു അതുപോലെ ഒരു ഭക്തൻ്റെ ഉള്ളിൽ ഈശ്വരൻ വിളങ്ങുന്നത്. അതാണ് നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിതു
തെളിയുന്നില്ല. പരബ്രഹ്മ സ്വരൂപമായി മായാമയനായ കൃഷ്ണൻ്റെ മായയാൽ തോയാശയെ, ഭഗവാന്റെ തന്നെ മായയാൽ തോയാശയെ വിളങ്ങിയിടും ഗഗനം പോൽ മായാ വികാര ലോകഭ്രമം ഒക്കെയും സത്യമായി തോന്നി വരുന്നു ബുധന്മാർക്കും. അപ്പോൾ മായാ വികാര ലോകഭ്രമമൊക്കെ, അപ്പോൾ ഈ മായയിൽ വികാരം കൊണ്ടിരിക്കുന്ന ഭ്രമമൊക്കെ എന്ത് ചെയ്യും? സത്യമായി തോന്നി വരുന്നു. മിഥ്യ കൊണ്ട് നമുക്ക് ഈ മായാവികാരം കൊണ്ട് നമുക്കിവിടെ ഈ പ്രപഞ്ചം മായയാണ്. ആ വികാരം കൊണ്ട് നമുക്ക് ഭ്രമം ഉണ്ടാകുമ്പോൾ എന്താ ഇതൊക്കെയാണ് സത്യം എന്ന് നമുക്ക് തോന്നുന്നു. ബുധന്മാർക്ക് നിത്യസ്വരൂപൻ്റെ കാരുണ്യമുണ്ടായി സത്യവും നേരെ തെളിഞ്ഞു. മായാ മോഹം മിഥ്യ എന്ന് പറയുന്നു വിദ്വജനം. അപ്പം ബുധന്മാരെങ്ങനെ കാണുന്നു? നിത്യസ്വരൂപൻ്റെ കാരുണ്യമുണ്ട് അവർക്ക്. ബുധന്മാരെന്ന് വെച്ചാൽ നല്ല യോഗികളായ വിദ്വാൻമാർ. അവർക്ക് സത്യവും നേരെ തെളിഞ്ഞ് മായാ മോഹം മിഥ്യ എന്നും അറിയുന്നു വിദ്വജനം. വിദ്വജനത്തിന് മനസ്സിലാവും ഈ പ്രപഞ്ചം മായാമോഹമാണ്. അവർക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സത്യവും നേരെ തെളിഞ്ഞു. സത്യം എന്താണെന്ന് അവർക്ക് നേരെ തെളിഞ്ഞു വരും. ഒരു ബുധന്, ഒരു വിദ്വാന്, ഒരു ഭഗവത് ഭക്തന്. അപ്പം ഭക്തനല്ലാത്തവരുടെ വ്യത്യാസം അവിടെ പറയുന്നത്. അപ്പം മായാ വികാര ലോകഭ്രമം ഒക്കെയും സത്യമായി തോന്നി വരുന്നു. ഇത് ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭ്രമം, ഇത് മായാ വികാരങ്ങളാണ്. ഇത് നശിക്കുന്നതാണ്. ഇത് ഭ്രമിച്ചിട്ട് ഇത് സത്യമായി ഭക്തി ഇല്ലാത്ത ജനങ്ങൾക്ക് ഇത് സത്യമായി തോന്നുന്നു. അതാണിന്ന് ജനങ്ങൾക്ക് ഇതാണ് സത്യം തോന്നുന്നത്, അറിവില്ലായ്മ കൊണ്ട്. ഈ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്നതാണെന്നും ഇത് തന്നെയാണ് ജീവിതത്തിൽ സുഖമെന്നും കരുതി നശിക്കാത്ത രീതിയിൽ എല്ലാവരും കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ പോകുന്നു. എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ട്. പക്ഷേ ബുധന്മാരെന്ത് ചിന്തിക്കുന്നു? നിത്യമായിരിക്കുന്ന സ്വരൂപൻ്റെ കാരുണ്യമുണ്ടായി. നിത്യമായുള്ളത് എന്താ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. സത്യസ്വരൂപനായ ഈശ്വരൻ മാത്രമേ നിത്യമായുള്ളൂ. ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഭക്തി കൊണ്ട്. ഭക്തനോട് ഭഗവാന് കാരുണ്യം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ നന്നായി പഠിച്ചു വരും. തോന്നിപ്പിക്കും. എന്താ? സത്യം നേരെ തെളിഞ്ഞ് കാണിക്കും. സത്യം എന്താണ്, മിഥ്യ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് നിത്യസ്വരൂപൻ്റെ കാരുണ്യമുണ്ടായി ആർക്കാ? ബുധന്മാർക്ക്, ജ്ഞാനികൾക്ക്. അപ്പോൾ സത്യം നേരെ തെളിഞ്ഞിട്ട് മായാമോഹം മിഥ്യയെന്ന് അറിയുന്നു. മായ ആകുന്ന ഈ ലോകമുള്ളതെല്ലാം മായ കൊണ്ടുള്ള മോഹമാണെന്ന്, അത് മിഥ്യയെന്നും അറിയുന്നു വിദ്വജനം. വിദ്വാൻമാരായ ഭക്തന്മാർ ഈ ലോകം മിഥ്യയാണെന്ന് അവരറിയുന്നു. അതേസമയം അല്ലാത്തവരെന്ത് വരുന്നു? ഈ കാണാതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. അത്രയേ ഉള്ളൂ. എന്താ? മായ വികാര ഭ്രമം കൊണ്ട്, ഈ ഭഗവാന്റെ മായ കൊണ്ട് അറിവില്ലായ്മ, അവിടെ വിദ്യ വരുന്നില്ല, അവർക്ക് അവിദ്യയാണ്. ആ അവിദ്യയിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്താ അതിന് തെളിവും വെളിവും എന്താണെന്ന് അറിയാൻ വയ്യ. അതായത് ഇത് ഒരു ഒരു മൂടുപടമാണല്ലോ. ഈ മായ ഒരു ഈ മറ മാറ്റി യഥാർത്ഥത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിദ്യ വേണം. വിദ്യ ഇല്ലാത്തതോളം കാലം ഈ പ്രപഞ്ചമാണ് സത്യമെന്ന് അറിവില്ലായ്മയുള്ളവർക്ക് തോന്നിക്കല്ല അങ്ങനെ കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ മായ മാറിയവരെന്ത്? വിദ്യ കൊണ്ട് മായ മാറിയ ഭക്തന്മാർ സത്യം എന്താണെന്ന് മനസ്സിലാക്കും. സത്യം പരമാത്മാവ് തന്നെയേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നേരെ തെളിഞ്ഞ് ആര് മനസ്സിലാക്കി കൊടുക്കും? ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്. ഒരു ഭക്തനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സത്യം എന്താണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം ഈ കാണാതെ മൊത്തം മിഥ്യയാണെന്നും അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. ഭഗവാന്റെ ഉള്ളിൽ ഒരു ഗുരുവായിട്ടോ, അല്ലെങ്കിൽ ആരും ഗുരുക്കന്മാരില്ലെങ്കിൽ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളത്തിൽ ഗുരുവായിരുന്നും കൊണ്ട് നമ്മളോട് എല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ കാണാൻ അവകാശം വരുന്നാകിൽ ഇന്ന് ഇതിന്മീതെ മറ്റെന്ത് വരേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഭക്തൻ ഇത്രയെല്ലാം മനസ്സിലാക്കിയില്ലയോ? ഈ അക്രൂരൻ എത്രമാത്രം ഭക്തനെ. അപ്പോൾ ഇതിൻ്റെ നന്മയും തിന്മയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അറിയാം. ഇവിടെ മായാമോഹം എന്താണെന്നും യഥാർത്ഥ സത്യം എന്താണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഈ പരമാത്മാവായ ഈശ്വരനാണ് ഈ അവതാരമെടുത്ത നരമൂർത്തിമാനായ കൃഷ്ണൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ കാണാൻ എനിക്കിന്ന് കാണാൻ അവകാശം വരുന്നാകിൽ, എനിക്കിന്നതിന് പറ്റുമെങ്കിൽ ഇതിന്മീതെ മറ്റെന്തു വരേണ്ടത്? ഇങ്ങനെയുള്ള പരമാത്മാവായ കൃഷ്ണനെ കാണാൻ നിൽക്കുന്ന യോഗം കിട്ടിയാൽ എനിക്ക് ഇതിന്മീതെ മറ്റെന്താണുള്ളത്? ഇതിന്മീതെ എനിക്ക് എന്താ പിന്നെ വേണ്ടത്? ഇത് പോരെ?
അതാണ് അത്രമാത്രം ആവേശം മുഴുത്താണ് അദ്ദേഹം രഥത്തിലിരുന്ന് ഇതെല്ലാം ചിന്തിക്കുന്നത്. അപ്പം ഈ ലോകം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈശ്വരൻ എന്താണ്, അത് പരമാത്മാവ് എന്താണെന്നും ഈ ലോകം മിഥ്യയാണെന്നും എല്ലാം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തനായതുകൊണ്ടാണ്. നമ്മൾ നല്ലൊരു ഭക്തനാണോ, നമുക്കും ഇതിനെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാൻ തരും. മഞ്ഞിടത്തിങ്കിൽ ജനിച്ച ഫലം വന്നു, എനിക്കൂടെ ഭൂമിയിൽ ജനിച്ച ഫലം വന്നു. എന്താ കാരണം? നമ്മൾ ഭൂമിയിൽ എന്തിനാ ജനിക്കുന്നത് ഇത് വെച്ച് മനസ്സിലാക്കിക്കോണം. നമ്മൾ ഭൂമിയിൽ എന്തിനാ വരുന്നത്? പരമാത്മാവിൽ ചേരാനാ. അതിനു മുമ്പ് കുറേയൊക്കെ എന്തൊക്കെയോ ജന്മങ്ങളൊക്കെ എടുത്ത് പൂച്ചയും അട്ടയും പുഴുവും ഒക്കെ ആയി നമ്മൾ ഒത്തിരി ജനനങ്ങൾ എടുത്തിട്ട് ഒരു മനുഷ്യരൂപം വരുന്നത് എന്തിനാ ഭൂമിയിൽ? മനുഷ്യത്തിൽ ജനിച്ച ഫലം വരണമെങ്കിൽ ഈ അക്രൂരൻ ഇപ്പം എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ഇന്ന് ഭഗവാനെ ഇന്നെനിക്ക് ഒന്നിച്ച് ഇന്ന് കാണുവാൻ എനിക്ക് അവകാശം വന്നാൽ എനിക്ക് ഇതിന്മീതെ മറ്റൊന്നും വരേണ്ടതില്ല, അതിന്മീതെ ഒന്നും തന്നെ ഇല്ല, വരേണ്ടതില്ല. ഈ മണ്ണിടത്തെങ്കിൽ ജനിച്ചാൽ എനിക്ക് ഫലം വന്നു. ഞാൻ ഇവിടെ ജനിച്ചത് എന്തിനാ? ഈ ഒരു ഫലത്തിന് വേണ്ടി. അതെനിക്ക് ഫലം വന്നു. മന്ദഹാസേന മുഖാരവിന്ദത്തെയും ഒന്നിച്ച് കണ്ട് ഭവൽപതയെ കൂപ്പുമ്പോൾ ഇങ്ങനെ മന്ദഹാസേന പുഞ്ചിരികളുടെ മുഖാരവിന്ദത്തെ, ഭഗവാന്റെ ആ മുഖാരവിന്ദം നമുക്ക് ഒന്നിച്ച് കാണുമ്പോൾ, അതായത് അക്രൂരനും ഭഗവാനും ഒന്നിച്ച് മുഖാമുഖം കാണുമ്പോൾ എന്ത് ചെയ്യും ഇദ്ദേഹം? ഭവൽപതയെ കൂപ്പുമ്പോൾ, അദ്ദേഹം ചെന്ന് ഭഗവാന്റെ പാദത്തിൽ കൂപ്പുമ്പോൾ സന്തോഷമോട് എന്നെ പാണിപത്മങ്ങളാൽ ചെന്താമരാക്ഷൻ പിടിച്ചെഴുന്നേൽപ്പിക്കും. അദ്ദേഹം ചിന്തിക്കുക, രഥത്തിലിരുന്നു കൊണ്ട് ചിന്തിക്കുന്നു, ഭഗവാനെ നേരിട്ട് മുഖാമുഖം ഒന്ന് ആ മന്ദഹാസമായിരുന്ന ഭഗവാന്റെ ആ മുഖം ഒന്ന് കാണുമ്പോൾ, ആ ഒരു അനുഭവം വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ചെന്ന് ഭഗവാന്റെ ഭവൽപതയെ പാദത്തിൽ കൂപ്പുമ്പോൾ എന്നെ സന്തോഷമോട് അവിടെ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. പാദപത്മങ്ങളാൽ, ഭഗവാന്റെ പാണിപത്മങ്ങൾ കൊണ്ട് ഈ അക്രൂരൻ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുമ്പോൾ ഭഗവാന്റെ പത്മമാകുന്ന ആ പാണി, ആ കൈകൾ കൊണ്ട് എന്നെ എണീപ്പിക്കും, പിടിച്ചെഴുന്നേൽപ്പിക്കും. ചെന്താമരാക്ഷൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഭക്തരായുള്ള ജനത്തിന് അഭയത്തെ ദത്തമാകും കരം കൊണ്ട് എന്നെ സ്പർശിക്കും. അപ്പോൾ ഭക്തരായുള്ള ജനത്തിന് അഭയത്തെ, ഭക്തന്മാർക്ക് ഒരു ഭയവും വേണ്ട, ഭയമില്ലായ്മ. ഒരു ഭക്തനെ എന്തിനാ ഭയക്കുന്നേ? ഒരു ഭക്തൻ പരമാത്മാവിൻ്റെ ഒരു ഭക്തനാണെങ്കിൽ ഒരു ഭക്തന് യാതൊന്നുകൊണ്ടും ഭയക്കേണ്ട കാര്യമില്ല. ഭയക്കുന്ന എന്തിനാ? നമ്മളെ തെറ്റോ കുറ്റോ വരുന്നേ ഭഗവാനെ നമുക്ക് അങ്ങനെ ഒന്നും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഭഗവാനെ ഭയക്കണം. കാരണം നമുക്ക് അറിഞ്ഞോ അറിയാതെ പോലും ഒരു തെറ്റ് ചെയ്തുകൂടാ. അപ്പോൾ നമുക്ക് ദൈവമേ അതൊരു ഭയം ഉള്ളിൽ വേണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇവിടെ ശുദ്ധഹൃദയമുള്ള ഒരു ദ്രോഹം ചെയ്യാത്ത അക്രൂരന് ഭക്തരായുള്ള ജനത്തിന് അഭയത്തെ ദത്തമാകും കരം കൊണ്ടെന്നെ സ്പർശിക്കും. അങ്ങനെയുള്ള ഭഗവാൻ, ഇങ്ങനെ അഭയത്തെ കൊടുക്കുന്ന ഭഗവാൻ, ഭക്തന്മാർക്ക് അഭയം നൽകുന്ന ഭഗവാന്റെ കൈ കൊണ്ട് എന്നെ സ്പർശിക്കും. എന്നെങ്ങനെയാണ് സ്പർശിക്കുന്നേ? ഭഗവാന്റെ പാദത്തിൽ വീണ് കൂപ്പുമ്പോൾ ഭഗവാന്റെ കൈകൾ, പാണികൾ കൊണ്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എന്നെ സ്പർശിക്കും. സർവ്വജഗൽപിതാവാകിയ മാധവൻ, സർവ്വജഗത്തിൻ്റെയും പിതാവായ ഈ ഭഗവാൻ മാധവൻ ഉർവീപതി മമ താതനെന്നും ചൊല്ലും. അപ്പോൾ ഇവിടെ ഈ ഉർവീപതി, ഈ ഭൂമിപതിയാകുന്ന ഈ പിതാവായ ദൈവം, ഈ കൃഷ്ണൻ എൻ്റെ താതൻ എന്നും ചൊല്ലൻ്റെ. അതാണ് മക്കളെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഭഗവാൻ കൃഷ്ണൻ പിന്നെ ഒരു മകനാകണോ, ഒരു സഹോദരിയാവണോ, സഹോദരനാകണോ, മണവാളനാകണോ, അതോ പിതാവാകണോ, എന്താ വേണ്ടേ? ഇവിടെ അക്രൂരൻ പറയുന്നു എൻ്റെ പിതാവ് താതനെന്നും ചൊല്ലും. നമുക്ക് അവിടെ ഭഗവാൻ ഒരു കുഞ്ഞായാലും എന്താ, നമുക്ക് ഭഗവാൻ പരമാത്മാവ് എല്ലാ ലോകപതിയല്ലേ, ഭൂമിപതിയല്ലേ. അപ്പം എല്ലാ ഭൂമിക്കും നാഥൻ, ലോകത്തിനും നാഥൻ, അപ്പം നമുക്കും നാഥനല്ലേ, പിതാവല്ലേ. അതുകൊണ്ട് ഇവിടെ ഉർവീപതി മമ താതനെന്നും ചൊല്ലും. അപ്പോഴുണ്ടാകും എന്നുള്ളിൻ മോദം. ഇത് എപ്പോഴും ഇന്ന വണ്ണമെന്നറിയാമോ? അപ്പോഴുണ്ടാകുന്ന ഭഗവാനെ രഥത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക. അദ്ദേഹം പാദത്തിൽ വീണ് നമസ്കരിക്കും, ഭഗവാന്റെ കൈകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുക, എന്നെ തൊടും, എൻ്റെ പിതാവാകുന്നു. അപ്പോഴുണ്ടാകും. അപ്പം എന്താ പറയുക? ഭഗവാനിൽ കെട്ടിപ്പിടിച്ച് എൻ്റെ പിതാവ്, എൻ്റെ ഭഗവാൻ, എൻ്റെ കൃഷ്ണൻ എൻ്റെ താതനാണെന്നുള്ള ചിന്തയിൽ അപ്പോഴുണ്ടാകും എന്നുള്ളിൻ മോദം. ആ ഒരു പിതാവെന്നുള്ള ചിന്ത അക്രൂരൻ്റെ ഉള്ളിൽ ആ ഒരു സ്പർശനം, ആ ഭഗവാന്റെ കൈകൾ സ്പർശിക്കുമ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ പാദത്തിൽ വീണ് കൂപ്പുമ്പോൾ, ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എൻ്റെ പിതാവെന്നുള്ള ചിന്തയിൽ അദ്ദേഹം
ഉള്ളിൽ മോദം അത്രമാത്രം സന്തോഷത്തിൽ ഇപ്പോഴത് പറയാൻ ഇന്ന വെണ്ണമെന്നറിയാമോ. രഥത്തിലിരുന്നുകൊണ്ട് ചിന്തിക്കുക, ഞാനത് എങ്ങനെയായിരിക്കും ആ അവസ്ഥ. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പം ഞാൻ രഥത്തിലിരിക്കുകയാണ്, പോകുന്നതേ ഉള്ളൂ അങ്ങോട്ട്. അവിടെ ചെല്ലുമ്പം പിന്നെ സ്വപ്നം കാണുക, അവിടെ ചെല്ലുമ്പോൾ ഇന്ന രീതിയിലേക്കാണ് എൻ്റെ പിതാവ്. അന്നേരം സന്തോഷം കൊണ്ട് അന്നേരം ഞാൻ എങ്ങനെ, എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അത് ഇപ്പോഴെനിക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ, ഇന്നവണ്ണം എന്ന് അറിയാമോ? പറ്റത്തില്ല. അപ്പോൾ ഭഗവാന്റെ പാദത്തിൽ വീഴുമ്പോഴേ അത് അറിയാൻ പറ്റൂ. അപ്പോൾ അതുവരെ രഥത്തിലിരുന്നിട്ട് അങ്ങ് ചെന്നിട്ടേ അത് പറ്റുള്ളൂ. അതിപ്പം വണ്ടിയിൽ, അതായത് ഈ സന്ദനത്തിൽ ഇരുന്നു കൊണ്ട് അത് ചിന്തിക്കാനേ പറ്റുന്നുള്ള അവസ്ഥ. അയാൾ അവിടെ ഇങ്ങനെ എന്താ എല്ലാം കുടിച്ചിറക്കുക, ഇങ്ങനെ വരും അങ്ങനെ വരുള്ള ചിന്തിച്ച് വഴുതികളേ ഭഗവാനും അദ്ദേഹമായിട്ട് ഇങ്ങനെ ലയിച്ച് പോവുക. ഇതാണൊരു യോഗി. അക്രൂരൻ ഒരു യോഗിയാ. ആ വണ്ടിയിൽ ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ള എത്രയും പരമാത്മാവാണ്, ഈശ്വരനാണ്. അവിടെ വണ്ടിയിലിരിക്കുന്നെന്നോ ഒന്നും ചിന്തയില്ല. ഭഗവാനെ സ്പർശിക്കുന്നു, ഭഗവാന്റെ പാദത്തിൽ വീഴുന്നു, അപ്പോൾ ഭഗവാൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ തൊട്ടു, ആ അവസ്ഥ ഞാൻ എങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റും എന്നുള്ള ചിന്ത. നമ്മൾ അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? അതുപോലെ ഭക്തനായിരിക്കണം. അവർക്കേ അങ്ങനെ കിട്ടും. മാധവം മാനിയാതുള്ളവർക്ക് എത്രയും ബാധയാം, ജന്മവും വ്യർത്ഥമായി വന്നു പോവും. ഇങ്ങനെയുള്ള ഭഗവാനെ, മാധവനെ മാനിയാതുള്ളവർക്ക്, ഒരുപാട് പേര് മാനിക്കുന്നില്ല ഭഗവാനെ. ഒരു ചിന്ത പോലും കൃഷ്ണൻ ഒരു ബഹുമാനോ മാനിയോ ഒന്നുമില്ല. ഈശ്വരനാണെന്നോ പിതാവാണെന്നോ ലോകനാഥനാണെന്നോ ഭൂമിയുടെ ഭർത്താവാണെന്നോ ഒരു ചിന്തയും ഇല്ല. അത് ദ്വാരകയിൽ ദേവകിയുടെ വസുദേവരുടെ മകൻ. ചില മനുഷ്യർ ഒന്നും ഭഗവാനെ പറ്റി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ, മാധവനെ മാനിയാതുള്ളവർക്ക്, അങ്ങനെ ഉള്ളവർക്ക് ബാധയാ. ഓരോരുത്തർ പറയത്തില്ലേ, ബാധ കയറി ഉപദ്രവം വന്നു, രോഗം വന്നു, മറ്റത് വന്നു, മറിച്ച് വന്നു, കടം കയറി, എന്തെല്ലാം ബാധയാ. എന്താ കാരണം? മാധവനെ അറിയുന്നില്ല, ഭഗവാനെ അറിയുന്നില്ല, പരമാത്മാവിനെ അറിയുന്നില്ല. ഈശ്വരൻ എന്താണ്, പരമാത്മാവ് എന്താണ്, ആ പരമാത്മാവാണ്, ചൈതന്യമൂർത്തിയാണ് കൃഷ്ണൻ എന്ന് ഉൾക്കൊള്ളാത്ത വരെ എന്ത് ചെയ്യും? ബാധ കയറും. അതുകൊണ്ട് മാധവം മാനിയാതുള്ളവർക്ക്, ഭഗവാനെ ആരാണ് മാനിക്കാത്തത്, അവർക്ക് ബാധയാം. ജന്മവും വ്യർത്ഥമായി വന്നു പോകും. ഈ മനുഷ്യജന്മം കൊണ്ട് വ്യർത്ഥമായി പോകും, ഒരു ഗുണവുമില്ല. വെറുതെ ജനിച്ചു, നേടേണ്ടത് നേടത്തില്ല, ഒരു ഫലവും വരത്തില്ല. എന്നിട്ടോ ദുഷ്ടനാം കംസന്റെ സേവകൻ ഞാനെന്ന തൊട്ടുമേ തോന്നുകയില്ല മുകുന്ദനും. അപ്പോഴെത്രമാത്രം ഇവിടെ കംസനാണ് പറഞ്ഞു വിട്ടത്, കംസന്റെ സേവകനായിട്ടാണ് അക്രൂരനെ അങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ വിടുമ്പോൾ ഭഗവാന് കംസന് ശത്രുവാണല്ലോ, അപ്പോൾ കംസന്റെ സേവകനാണെന്നുള്ള ചിന്തയിൽ ഇദ്ദേഹത്തിനെ കാണത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്താ? ഭക്തനാ. അതുകൊണ്ട് ദുഷ്ടനാ കംസന്റെ സേവകൻ ഞാനെന്ന തൊട്ടുമേ തോന്നുകയില്ല. ഭഗവാൻ ഒന്നും തോന്നിക്കത്തില്ല, ഞാൻ കംസന്റെ സേവകൻ തന്നെയാണ്. പക്ഷേ ഭഗവാന്റെ ഉള്ളിൽ ഒരിക്കലും തോന്നുകയില്ല. അദ്ദേഹം വണ്ടിയിലിരുന്ന് ചിന്തിക്കുക. ഭഗവാന്റെ ഉള്ളൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്താ കാരണം? ഭഗവാൻ അപ്പോൾ കംസന്റെ സ്വന്തം മകനായാൽ കൂടി, അതായത് ഇപ്പോൾ ഹിരണ്യാക്ഷൻ്റെ മകൻ പ്രഹ്ലാദനെ പറ്റി ചിന്തിച്ചാൽ മതി. ഹിരണ്യാക്ഷൻ്റെ മകനായതുകൊണ്ട് പ്രഹ്ലാദൻ ആരാ? ഭക്തനല്ലേ. കംസന്റെ സേവകനായതുകൊണ്ട് ഈ അക്രൂരൻ ഭക്തനല്ലേ. അപ്പം കംസന്റെ സേവകനായിട്ട് വിട്ടാലും പരമാത്മാവിനെ അറിഞ്ഞൂടെ, ഈ അക്രൂരൻ ആരാണെന്ന്, ഭക്തനാണെന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് ദുഷ്ടനാം കംസന്റെ സേവകൻ ഞാനെന്ന് ഒട്ടുമേ തോന്നുകയില്ല. ഭഗവാൻ ഒന്നും തോന്നത്തില്ല. സർവജ്ഞനായ സർവസത്വത്തിലൊക്കെയും സർവദാ ദൃക്വസ്തുവല്ലോ ഭഗവാൻ ജഗന്മയൻ. ഭഗവാൻ സർവജ്ഞനാണ്, സർവസത്വത്തിലൊക്കെയും സർവദാ ദൃക് വസ്തുവല്ലോ. സർവത്തിലും ഇരിക്കുന്ന സത്വ, ഏത് സത്വത്തിലും ഏത് ജീവനിലും ഇരിക്കുന്ന സർവദാ കാണുന്ന വസ്തുവല്ലോ. എല്ലാത്തിലും പരമാത്മാവല്ലയോ ഈ ജഗന്മയൻ. എന്നുടെ മാനസഭക്തി കണ്ട് ഏറ്റവും നന്നായി വരുമെന്ന് അനുഗ്രഹിക്കും പരൻ. അദ്ദേഹം തന്നെ മനക്കോട്ടയിടുവാണ്, എൻ്റെ മാനസഭക്തി കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? നന്നായി വരുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കും. ഭഗവാന്റെ അടുക്ക ചെല്ലുമ്പോൾ ഭഗവാൻ ഈ ഭക്തനെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭക്തി അത്രമാത്രം ഉള്ളതുകൊണ്ട് ഭഗവാൻ പറയും, എനിക്ക് നന്നായി വരുന്ന ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് കിട്ടും. ഇതൊക്കെയാണ് ആ ഭക്തൻ്റെ നിഷ്കളങ്കമായൊരു ഒരു കുട്ടി ചിന്തിക്കുന്നത് പോലെ. ഒരു നിഷ്കളങ്കമായൊരു കുട്ടി എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത് തന്നെയാണ് അക്രൂരൻ. അതുകൊണ്ട് ഞാൻ ചെന്ന് ഭഗവാന്റെ പാദത്തിൽ വീഴുമ്പോൾ നന്നായി വരുമെന്ന് എന്നോട് മാനസഭക്തി കണ്ട്, എൻ്റെ മനസ്സിൻ്റെ ഭക്തി കൊണ്ടിട്ട് ഭഗവാൻ അത് കണ്ടിട്ട് പറയും, നന്നായി വരുമെന്ന് അനുഗ്രഹിക്കും പരൻ. ഭഗവാൻ ഇങ്ങനെ എനിക്ക് അനുഗ്രഹം തരും. ഇങ്ങനെ മാർഗമധ്യേ നിരൂപിച്ചേറ്റം കറണ്ട് പോയി.
ഇങ്ങനെ മാർഗമധ്യേ നിരൂപിച്ച് ഏറ്റവും മംഗലൻ സംഭ്രമത്തോടും അതിഭക്തിയാ സന്ധ്യാസമയെ വ്രതത്തിനടുത്തപ്പോൾ അന്തരമെന്നിയെ കണ്ടിത് അക്രൂരനും. അന്തരമെന്നിയെ വലിയ ദൂരമില്ലാതെ അടുത്ത് തന്നെ എന്താ കാണുന്നത്? സന്ധ്യാസമയമായി. ഇതെല്ലാം ആലോചിച്ച് വണ്ടിയിലിരുന്ന് ദിവാസ്വപ്നം കണ്ട് ഇതൊക്കെ ഭഗവാൻ എന്തൊക്കെയാണ് വരുത്തുന്നതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് അന്തരമെന്നിയ വലിയ ദൂരം ഇല്ലാതെ അദ്ദേഹം എന്തോ കണ്ടത് അക്രൂരൻ ഭഗവാന്റെ നടക്കുന്ന കാൽപാദങ്ങളൊക്കെ കണ്ടതാണ്. നമുക്ക് കറണ്ട് വന്നിട്ട് വായിക്കാം. അതായത് ഭഗവാൻ എൻ്റെ അടുക്കൽ എത്താറായപ്പോൾ അന്തരമെന്നിച്ച വലിയ അകലമില്ലാതെ അടുത്ത് തന്നെ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ മണലിനകത്ത് അത് അദ്ദേഹം കണ്ടു. നമുക്ക് ഇവിടെ നിർത്താം, കറണ്ട് ഇപ്പോഴെങ്കിലും വരത്തില്ലെന്ന് തോന്നുന്നു സമയം. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം തന്നെ വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളും ഇതുപോലെ അക്രൂരനെ പോലെ ഒരു ഭക്തയോ ആകാമെങ്കിലാണ് ഇതുപോലെ അവസ്ഥ നമുക്കും ഉണ്ടാകും. ഇതാണ് യഥാർത്ഥമായ ഭക്തി. ആ ഭക്തി തന്നെ നമുക്ക് എല്ലാവർക്കും പോകുന്ന വഴി മൊത്തവും അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്? ഭഗവാനുള്ള ആ ഭക്തിയും സ്നേഹവും ആ ഒരു പ്രേമമാകുന്ന എന്താ പറയുക, അത്രത്തോളം ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി ആ മണെല്ലാം വാരി തലവഴിയെ ഇടും. ഭഗവാന്റെ പാദം അവിടെ സ്പർശിച്ച ആ അടയാളങ്ങൾ, മത്സ്യവജ്ര, അതൊക്കെ ഭഗവാന്റെ പാദത്തിലെ ചിഹ്നങ്ങളെല്ലാം ആ മണലിൽ പതിഞ്ഞതാണ് അദ്ദേഹം കാണുന്നത്. അത് കണ്ടിട്ട് അദ്ദേഹം അവിടെ അങ്ങ് ചാടി ഇറങ്ങും, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതെല്ലാം വാരി പൂശും. അത്രമാത്രം ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.